സ്തോത്രം. സാക്ഷി പറയാനുള്ള അവസരം ദേവദാസിനോട് നന്ദി പറയുന്നു. എൻ്റെ സ്ഥലം കൊമ്പനാട്, എൻ്റെ പേര് ലിസി. ഞാൻ ഏകദേശം 2022 ഡിസംബർ മുതലാണ് ഇവിടെ ആരാധനയ്ക്ക് കടന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് 2018 എനിക്കൊരു ബ്ലീഡിങ് ഉണ്ടായി മെയ് മാസത്തിൽ. അത് ഏകദേശം ഒരു 28 ദിവസത്തോളം നീണ്ടു നിന്നപ്പോൾ ഞാൻ തിരുവല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. അവർ ഫസ്റ്റിൽ എൻ്റെ വയറ് തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു വയറ്റിലൊരു ചെറിയ തടിപ്പ് പോലെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തുകൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞ് സാരമില്ല പൊക്കോളാൻ പറഞ്ഞ് ചെറിയ 2 ഗുളികയും തന്നു വിട്ടു. വീണ്ടും എനിക്ക് 1 വർഷം കഴിഞ്ഞ് വീണ്ടും അതേപോലെ തന്നെ ഉണ്ടായി. അന്നേരവും ഞാൻ ആ ഡോക്ടറെ തന്നെയൊന്ന് കണ്ടു. ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ എനിക്ക് 2022 പകുതിയായപ്പോഴും എൻ്റെ ശരീരത്തിൽ വണ്ണം വെക്കാൻ തുടങ്ങി, വയറ് നല്ലതായിട്ട് വീർക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പേടി തോന്നിയിട്ട് ഞാൻ കുമ്പനാട് ഫെലോഷിപ്പിൽ ചെന്നിട്ട് സർജനെ കാണിച്ചു. ഡോക്ടറും വയറിലെല്ലാം ഞെക്കി നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഡയറ്റ് ചെയ്തല്ല, കുഴപ്പങ്ങളൊന്നുമില്ല. എന്നോട് പറഞ്ഞ് ഏതായാലും സ്കാൻ ചെയ്ത റിപ്പോർട്ടുണ്ടല്ലോ അത് വീണ്ടും ഒന്നുകൂടെ പോയി സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ 2023 ജനുവരി മാസം തിരുവല്ലയിൽ പോയി സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ 4.8 ഇഞ്ച് വലുപ്പത്തിലൊരു സിസ്റ്റം ഉണ്ടായി. അപ്പം എന്നോട് ഡോക്ടർ പറഞ്ഞു ഇത് പ്രത്യേകിച്ച് ഇതിനകത്തൊന്നുമില്ല, ഡയറ്റ് ചെയ്യുക, എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഗുളിയൊന്നും തന്നില്ല, എന്നെ വിട്ടു. 3 മാസം കഴിയുമ്പോൾ ഒന്നുകൂടി ഇത് സ്കാൻ ചെയ്യാൻ പറഞ്ഞു, ഇതിൻ്റെ വലുപ്പം എന്തോരം ഉണ്ട് അറിയാൻ വേണ്ടി. അപ്പം ഞാൻ ചിന്തിച്ചു. അപ്പോൾ 2022 പകുതിയായപ്പോഴത്തേന് എനിക്ക് വിഷമമായിട്ട് ഞാൻ പാസ്റ്ററെ വിളിച്ചായിരുന്നു. പാസ്റ്റർ ഞാൻ ആരാധനയ്ക്ക് വരാൻ പറഞ്ഞു. സന്തോഷമുക്കിൽ വെച്ചായിരുന്നു. ഞാൻ അവിടെ പാസ്റ്ററെ വന്ന് കണ്ടു, പ്രാർത്ഥിച്ചിട്ട് പോന്നു. അത് കഴിഞ്ഞ് ഈ സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് ഞാൻ ജനുവരി മാസം മുതലൂടെ വരാൻ തുടങ്ങി. 2023 ഞാൻ ഏകദേശം ഒരു 4-5 മാസം വരെ വന്നിട്ടും എനിക്ക് പാസ്റ്ററെ കാണാൻ പറ്റിയിട്ടില്ല. അവസാനം എൻ്റെ കൂടെ ആരാധനയ്ക്ക് വന്ന കോഴഞ്ചേരിയിലുള്ള ഒരു അമ്മാമ്മ ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു നിന്നെ ഞാൻ പാസ്റ്ററെ കാണിപ്പിക്കാമെന്ന് കൊണ്ട് അങ്ങനെ ഇവിടെ കയറ്റി കാണിപ്പിച്ചു. പാസ്റ്റർ പ്രാർത്ഥിച്ച് എന്നെ വിട്ടതിൻ്റെ പിറ്റേ മാസം പോയി ഞാൻ വീണ്ടും തിരുവല്ലയിൽ പോയി സ്കാൻ ചെയ്തു. ആ സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് കോഴഞ്ചേരി ഗവൺമെൻറ് ആശുപത്രി വന്നു. ഫസ്റ്റ് ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ അവരിങ്ങനെ ഇതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പൊക്കോ, ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, ഇപ്പം അത് കാണുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അതിനകത്ത് ഒന്നും പിടികിട്ടിയില്ല. ഞാൻ വീണ്ടും അടുത്ത ദിവസം വീണ്ടും വന്ന് എന്നെ ആദ്യം നോക്കി ഡോക്ടറെ കാണാമല്ലോ, സരസ്വതി മാഡത്തെ കാണാമല്ലോ കൊണ്ട് വന്നപ്പോൾ അന്നേരവും കണ്ടില്ല. അന്നേരം അവിടെ നിന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഇത് തന്നെ പറഞ്ഞു, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല, ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, അത് മാറിപ്പോയെന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് എന്തോ അതിനകത്ത് ഞാനിപ്പോൾ ഡോക്ടർ കുനിഞ്ഞിരുന്നിങ്ങനെ എഴുതുമോ. അപ്പം ഞാൻ ഡോക്ടറെ ഇല്ല. അപ്പോൾ എനിക്ക് എന്തോ പറയേണ്ടെന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ്. ഞാൻ വേഗം ഞാനൊരു തുണിക്കടയിലാണ് നിൽക്കുന്നത്. ഞാൻ അവിടെ വന്ന് ഞാൻ ആരോടും ഈ സംഭവം പറഞ്ഞിട്ടില്ല. എൻ്റെ ചേച്ചിമാരോട് 2 പേരോടും അല്ലാതെ, എനിക്ക് അച്ഛനും അമ്മയും ഇല്ല. അപ്പോൾ എൻ്റെ ചേച്ചിമാരുള്ള അവരോട് ഞാൻ പറഞ്ഞു. പക്ഷേ വേറെ എൻ്റെ കൂട്ടുകാരോട് ആരോടും പറയാതെ പാസ്റ്റർ പ്രാർത്ഥിച്ച് എനിക്കത് വിടുതലായെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ആദ്യം എൻ്റെ ഒരു ഹിന്ദു ഒരു കൂട്ടുകാരിയാണ്, അവളോട് ഞാൻ പറഞ്ഞു ബിനുപാസ് പ്രാർത്ഥിച്ച് എനിക്കിപ്പോൾ എൻ്റെ വയറ്റ് മുഴയില്ലെന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷമുണ്ട്, എന്തോ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് ജൂൺ മാസത്തിൽ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പോൾ ഡോക്ടർ അതിന് വേണ്ടി ചെറിയ ഗുളിയൊക്കെ തന്നു വിട്ടെങ്കിലും അത് മാറുന്നില്ല. അന്നേരം ഞാനിവിടെ വന്ന് പാസ്റ്ററെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോയി. ജൂൺ മാസം ലാസ്റ്റ് ആയപ്പോൾ 29 ദിവസത്തോളം ആ ബ്ലീഡിങ് നിലനിന്നു. 27ാമത്തെ ദിവസം എന്നെ കോഴഞ്ചേരിയിൽ അഡ്മിറ്റാക്കി. അപ്പം ഡോക്ടർ പറഞ്ഞ് വയറ്റിലുള്ളിൽ ചെറിയൊരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. സർജറിക്ക് വേണ്ടി ഞാനവിടെ കിടന്നു. 27-ാം തീയതി വൈകിട്ട് 9:45 ഞാൻ പാസ്റ്ററെ വിളിച്ചു. പാസ്റ്ററെ എനിക്ക് നാളെ സർജറി ഉണ്ട്, പാസ്റ്റർ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ പാസ്റ്ററിനോട് പറഞ്ഞ സർജറി ചെയ്യുന്നതിന് മുമ്പേ ആ ബ്ലീഡിങ് നിൽക്കുമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കടന്നാൽ എനിക്ക് കട്ടിലെ കിടക്കാൻ പറ്റത്തില്ല. എൻ്റെ ചേച്ചി എൻ്റെ കൂടെ ഇരിപ്പുണ്ട്. ഞാനിങ്ങനെ വാർഡിൽ കൂടി ഇങ്ങനെ നടന്നു. ഏറ്റവും ലാസ്റ്റിൽ എനിക്ക് എന്തായാലും കിടക്കണമല്ലോ. ഞാനൊന്ന് ബാത്റൂമിലെല്ലാം പോയിട്ട് വന്ന് കിടന്നു. 5 മണിയായപ്പോൾ അവർ ലേബർ റൂമിലോട്ട് വിളിച്ചു, മരുന്ന് വെക്കാനായിട്ട് വിളിച്ചു. അപ്പം ഞാൻ അതിനുവേണ്ടി അവർ പറഞ്ഞ് ടോയ്ലറ്റിൽ പോയി ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ ടോയ്ലറ്റിലോട്ട് ചെന്നിട്ട് എൻ്റെ കണ്ണിനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ നടന്നായിട്ട് പോലും ഓർക്കാൻ പറ്റുന്നില്ല. അതുപോലെ പൂർണ്ണമായിട്ട് അതിനെ മാറി. ഞാൻ രാവിലെ 5 മണിക്ക് ലേബർ റൂമിൽ ചെന്ന് ഇവർ മരുന്ന് വെക്കാണ്ട് കയറ്റി കിടത്തുമ്പോൾ എനിക്ക് പേടി. ഇവരെല്ലാം കൂടെ എൻ്റെ ചുറ്റും നിൽക്കുമ്പോൾ ഞാൻ യേശുപ്പ എന്നെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുക. ആശുപത്രിയിലാന്ന് കിടക്കുന്ന പോലും ഒരു ബോധമില്ല. ഞാൻ യേശുപ്പച്ചാന്ന് വിളിക്കുക കിടന്നുണ്ട്. അങ്ങനെ എന്നോട് പറഞ്ഞ് ഡ്രസ്സ് മാറിയിട്ട് ലേബർ റൂമിലേക്ക് വെള്ളയിട്ടുകൊണ്ട് വരാൻ പറഞ്ഞു.
ഞാൻ ആ വെള്ളയും വെള്ളയിട്ട് ബെഡിൽ ഇരിക്കുന്നുണ്ട്. എൻ്റെ സരസ്വതി മാഡം വരുന്നത് റൗണ്ട്സിന് വരും. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് എന്തിനു വേണ്ടി ഇങ്ങനെ വന്ന് ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ ഒരു സർജറിക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, അത് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ മറ്റേ ഡോക്ടറുമായിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ എന്നെ ലേബർ റൂമിൽ വിളിച്ച് കയറ്റിയിട്ട് എന്നോട് പറഞ്ഞ്, നമ്മളത് ചെയ്യുന്നില്ല, ഇപ്പം പറഞ്ഞ് വീട്ടിൽ വിടുക, പക്ഷേ ഇച്ചിരി ബ്ലഡ് നമ്മൾ ഉള്ളിൽ നിന്ന് എടുക്കുന്നുണ്ട്, ഇതിനു വേണ്ടി ബയോപ്സിക്ക് അയക്കാൻ വേണ്ടി എടുക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ ആ ബ്ലഡ് എടുത്തിട്ട് എന്നെ ഒരു വീട്ടിൽ വിട്ടു. 10 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്ലഡിൻ്റെ റിപ്പോർട്ട് വേണം. അപ്പം ഞാൻ അതും ഇതുപോലെ പാസ്റ്ററെ വിളിച്ചിട്ട് കരഞ്ഞു, പാസ്റ്ററെ ക്യാൻസർ ടെസ്റ്റിനാണല്ലോ അയച്ചിരിക്കുന്നത്, പാസ്റ്റർ പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു നോർമൽ ടെസ്റ്റ് ആയിരിക്കുമെന്ന് പറഞ്ഞു. ഈ 10ാമത്തെ ദിവസം ഞാൻ ആ ബ്ലഡിൻ്റെ റിസൾട്ടിന് ചെല്ലുമ്പോഴും അതേപോലെ ഒരു കുഴപ്പമില്ല, നോർമലായി പോയിക്കോളാൻ പറഞ്ഞു. എനിക്ക് എത്ര നന്ദി പറഞ്ഞാൽ ഇങ്ങനൊരു യേശു ജീവിക്കുന്നുണ്ട്. ഇത് കഥ പറയുവല്ല, ജീവിതം പറയുക. ഇതെന്നോ സംഭവിച്ചൊരു കാര്യം പറയുകയല്ല, ജീവിതത്തിനകത്ത് അനുഭവിച്ച കാര്യം പറയുക. ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്നൊരു കുഴപ്പമില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ബ്ലഡ് മൊത്തം യൂറിനും എല്ലാം ഇവർ ടെസ്റ്റ് ചെയ്തു, ഇതൊന്നിലും ഒരു കുഴപ്പമില്ല. തൈറോയ്ഡ് കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്തു, എല്ലാം നോർമൽ. ശരത്തിൽ ബ്ലഡിൻ്റെ അളവ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് വാങ്ങിയാൽ വിലുവേഴ്സിൽ പോയപ്പോൾ 2 ഡോക്ടർമാരെ വീണ്ടും കാണിച്ചപ്പോഴും അവർ പറയുന്നത് ഇങ്ങനെ സിസ്റ്റം ഉണ്ടായിരുന്നു, അതവിടെ കാണുന്നില്ല. അപ്പോൾ ഇത് ഉള്ളിൽ കൂടെയുള്ള സ്കാനിങ് ആണ് വിലുവേഴ്സ് ചെയ്ത്. ഡോക്ടർ പറഞ്ഞു ഓവർക്കൊന്നും ഒരു കുഴപ്പമില്ല, ആരോഗ്യത്തോടിരിക്കുന്ന, സുഖമായിട്ട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ദൈവം നടത്തും. ദൈവം അനുഗ്രഹിക്കും.